അടുക്ക് DA പ്രകാശ് നോക്കിപ്പം അങ്ങ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ധവളപത്രം LDF സർക്കാർ ആദ്യ LDF സർക്കാർ വരുന്ന സമയത്ത് ധവളപത്രം പുറപ്പെടുവിക്കുന്നത് പോയ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ പക്ഷേ ഇന്നിപ്പോ V ശിവൻകുട്ടി ചോദിക്കുന്ന ഒരു കാര്യം പൂച്ച വെറ്റി കിടക്കുന്നു ഇതിൽ എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ അവർക്കുള്ള അലവൻസ് അടക്കം കിട്ടുന്നത് ഇതേ ഇതിൽ നിന്നാണ് എന്നുള്ളതാണ്. എത്ര കാലിയായി എന്ന് പറഞ്ഞാലും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ശേഷി നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കുണ്ടോ? അല്ല, ഞാനീ പറഞ്ഞത് ഇപ്പൊ 2016 ധവളപത്രം എന്ന് പറഞ്ഞാൽ പഴയ ഗവൺമെന്റിന്റെ പഴയ ഗവൺമെന്റ് മോശമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ജനം എലക്ട് ചെയ്ത് പുതിയൊരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് പഴയ കാര്യം പറഞ്ഞു. എന്നാൽ ഇവരെന്താ ചെയ്തത്? ഇവരിത് കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും നടപടി എടുത്തോ? ഇത് വഷളാക്കാനായിട്ടുള്ള നടപടികളല്ലേ എടുത്തുകൊണ്ടിരുന്നത്? വീണ്ടും തുടർച്ചയായിട്ട് ആയി ഓരോ സ്റ്റേജ് കഴിഞ്ഞ് താഴോട്ട് വന്ന് ഇപ്പോൾ കടക്കണി ഒരു തരത്തിലും രക്ഷപ്പെടാത്ത രീതിയിലെത്തിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ ശമ്പള പെൻഷനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഞാൻ സംസ്ഥാനത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ 3 വർഷം ചെയർമാനായിരുന്ന ആളാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നതാണ്. ഇതിനകത്തുള്ള കണക്കുകൾ എനിക്ക് നല്ലവണ്ണം അറിയാം. അതായത് ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണവും നമ്മുടെ ധനസ്ഥിതിയുമായിട്ട് പോവില്ല. നിങ്ങൾ 5 വർഷത്തിൻ്റെ ഒരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തിയാൽ വലിയൊരു ജമ്പ് വരും ശമ്പളത്തിൽ, റിക്കറിങ് എക്സ്പെൻഡിച്ചർ. അത് താങ്ങാനായിട്ടുള്ള ശേഷി നമുക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ. 2, കേന്ദ്രം 10 വർഷത്തിലൊരിക്കലേ ശമ്പള പരിഷ്കരണം നടത്തുന്നത്. അല്ല, ഞാൻ പറയുന്നത് കേന്ദ്രം 10 വർഷത്തിലൊരിക്കലാണല്ലോ ശമ്പളം നടത്തുന്നത്. നമുക്കും എന്താ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തിയ പോരെ? കേന്ദ്രം 10 കൊല്ലത്തിലൊരിക്കൽ നടത്തുകയാണെങ്കിലും കേരളത്തിൽ ജീവനക്കാരുടെ ആർഗ്യുമെന്റ് ഒക്കെ ശരിയാണ്. തൊട്ടപ്പുറത്തുള്ള AGS ഓഫീസറെയും സെക്രട്ടറിയിലെ OMയുടെ ശമ്പളം ഒന്ന് പഠിച്ചാൽ മതി. അത് ആ കാര്യം. അതുകൊണ്ട് നമ്മുടെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ, അതായത് കേരളത്തിൻ്റെ ഈ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 2000 മുതലുള്ള എടുത്തു നോക്കൂ. എപ്പോഴെല്ലാം ഒരു ശമ്പള പരിഷ്കരണം വരുന്നു, ഒരു ജമ്പ് വരുന്നു, അതോട് തീരും. അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് ഡേറ്റയുടെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ ശമ്പള പെൻഷൻ പരിഷ്കരണവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒത്തുപോകില്ല. അതാണ് ഈ നമ്മുടെ എല്ലാ ഫൈനാൻസ്. 5 വർഷം 7 കൊല്ലം കഴിഞ്ഞു. അല്ലല്ല, ആയിക്കോട്ടെ, അതൊരു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളിവിടെ ഇപ്പോൾ വലിയ വികസനം നടക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരു കണക്കൂടെ ഞാൻ പറഞ്ഞ അവസാനിക്കും. ഇപ്പോൾ ഈ CAG ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10 വർഷത്തെ സംസ്ഥാനത്തെ 28 സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക നില കമ്പയറബിളായിട്ടുള്ള അതിൽ ഒരു കണക്ക് ഞാൻ പറയാം. നമ്മൾ വലിയ വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കണക്ക് ഞാൻ പറയുന്നത്, അതായത് മേജർ പ്രോജക്റ്റ് വികസന പ്രോജക്റ്റുകൾക്ക് ചിലവാക്കുന്ന തുക 28 സംസ്ഥാനങ്ങൾ ചിലവാക്കുന്നു. അതിൽ 12ഓളം സംസ്ഥാനങ്ങൾ മൊത്തം ചിലവാക്കുന്നതിൻ്റെ ഏതാണ്ട് 10 മുതൽ 16% വരെ മൊത്തം അവരുടെ എക്സ്പെൻഡ് 10 മുതൽ 16 വരെ ചിലവാക്കുന്നു. എന്നിട്ട് കേരളത്തിൻ്റെ സ്ഥിതി എത്രയാണെന്ന് അറിയാം? 2% താഴെ. ഏത് കിഫ്ബി കൂട്ടിയാലും ഇതിനകത്ത് വരില്ല. പറയട്ടെ. അതായത് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ പിന്നീട് പകുതിയിലധികം സംസ്ഥാനങ്ങളും അവരുടെ മൊത്തം ചെലവാക്കിൻ്റെ 10 മുതൽ 16 വരെ മൊത്തം തുക വികസന മേജർ പ്രോജക്ട്സിന് ചിലവാക്കുന്നു. കേരളം ചിലവാക്കുന്നു 1.5%. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ ലോവസ്റ്റ് നിൽക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, CAG പറയുന്ന കണക്കാണ് ഞാൻ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രാവിലെ ഓരോരുത്തരും ഞങ്ങൾ കേരളം പിന്നെ ലോകത്തിന് മാതൃകയാണ്, ഞങ്ങൾ വലിയ വികസനം നടത്തുന്നു ഡേറ്റ ഇല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനെല്ലാം പണം ചെലവഴിക്കുന്നത് കിഫ്ബി മുഖേനയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിലേക്കുള്ള ഒരു മേജർ പ്രോജക്റ്റ് പറയൂ. അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ വികസനത്തിന് 6000 കോടി ചെലവഴിച്ചത് ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകൾ വരുന്ന മാറ്റങ്ങളെല്ലാം ആശുപത്രി എല്ലാം കിഫ്ബിയുടെ പണമല്ലേ? കേരളയിൽ പ്രഖ്യാപിച്ചു നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മേജർ പ്രോജക്ട്സ് നമ്മൾ ബാക്കി വെക്കുന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അതിൽ കണക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശരി, ശ്രീ VK സനോജ